നമുക്കിന്നൊരു പൊതിച്ചോറ് കെട്ടാനാണ്. അപ്പം എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും ഒരു വലിയ പൊതി കെട്ടാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബീഫ് എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മീൻ വറക്കാനുള്ള മീൻ ഇങ്ങനെ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. പിന്നെ ഇതെല്ലാം കൂടെ പൊതിയുന്നതാണ് കേട്ടോ അടുത്ത് കാണിക്കാൻ പോണത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കാണിക്കാം ജസ്റ്റ്. പക്ഷെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ വീഡിയോ ഇടില്ല. വരട്ടിക്ക് വേണ്ടിയുള്ള പയർ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയുള്ള തേങ്ങയും ഉണ്ടമുളകും ഒക്കെ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളക് ചുട്ടുള്ള ചമ്മന്തിയാണ് ഇട്ട് അരയ്ക്കുന്നത്. അപ്പോൾ ഒരു ഉണ്ടമുളക് കൂടെ നമ്മൾ ഇടും, കാരണം എരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കുക്ക് ചെയ്യുന്ന കാണിക്കുന്നില്ല. നമ്മളിനി പൊതി കെട്ടുന്നതായിട്ട് ചമ്മന്തി നമ്മൾ വറ്റൽമുളക് ചുട്ടിട്ട് വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അവസാനം ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് ചമ്മന്തിയുടെ ഒരു ഭാവം. നമ്മൾ ഇലയൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ ഇടും, അത് നമ്മൾ വീഡിയോ ആയിട്ട് ഇടാം ഗായ്സ്. അപ്പം നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാരങ്ങയുണ്ട്, പിന്നെ നമ്മുടെ ഓമയ്ക്ക തോരൻ, പയറ് മെഴുക്ക് വരട്ടി, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ചാള വറുത്തതുണ്ട്, ചമ്മന്തി ഉണ്ട്, ചോറുണ്ട്. അപ്പം ഞങ്ങൾ 3 പേർ കൂടെ ഒരു ഇലയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ചോറിട്ടു. പിന്നെ നമ്മുടെ ചമ്മന്തി, എൻ്റെ പൊന്നലെ അടിപൊളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. ചമ്മന്തി വെച്ചു, പിന്നെ തോരൻ വെച്ചു, മെഴുക്ക് വരട്ടി വെച്ചു, പിന്നെ ബീഫിൻ്റെ ഫ്രൈ വെച്ചു, പിന്നെ മീൻ വറുത്തത്. അതെല്ലാം നമ്മൾ ഇലയിൽ പൊതിഞ്ഞാണ് വെച്ചത്. നാരങ്ങ 2 എണ്ണവും നമ്മൾ അങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടും നല്ലതായിട്ട് മടക്കി ടൈറ്റാക്കി മടക്കി നമ്മൾ എന്നിട്ട് പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ 1 മണിക്കൂർ വെച്ചുള്ളൂ കേട്ടോ, കാരണം നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. എന്നിട്ട് തുറന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു ഗൈസ്, നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തു. തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട് ഗൈസ്. എല്ലാം സെറ്റായിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ബീഫ് കറിയും കൂടെ ഉണ്ട് കേട്ടോ. ബീഫ് കറി ഉണ്ട്, നാരങ്ങ അച്ചാർ, ബീഫ് ഫ്രൈ, മീൻ വറുത്തത്, ചമ്മന്തി, തോരൻ, പിന്നെ പയർ മെഴുക്ക് വരട്ടി. അപ്പം കഴിക്കാൻ പോവാം ഗൈസ്. വീഡിയോയ്ക്ക് വേണ്ടി ഇവരാരും തിന്നായിരിക്കുമോ? ഫസ്റ്റ് ഞാൻ കഴിച്ച് കാണിക്കാം കേട്ടോ. കുറച്ച് ചമ്മന്തി എടുത്തു, കുറച്ച് തോരൻ, മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ അച്ചാറ് എല്ലാം ഒന്ന് പറക്കി വെക്കാൻ ഞാൻ സഹായിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് പറക്കി വെക്കൂ ഗൈസ്. ഇതിൻ്റെ ഇടയിൽ പലരുടെ ശബ്ദം കേൾക്കാൻ ഇവർ സൈലൻ്റ് ആയിട്ടിരുന്ന് അഭിനയിക്കുവാണ് ഗൈസ്. ആണ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇവർ കഴിക്കുന്ന കാണിക്കാം. അങ്ങനെയുണ്ട്. ഓക്കെ, തിന്നു. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം കഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോകുമെന്നുള്ളൊരു എന്താ പറയുക, ഒരു കമൻറ്റുമായി ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പം പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹമുള്ളത് വളരെ പെട്ടെന്ന് പോയി കഴിക്കുക. ഓക്കെ ഓക്കേ, ഇനി ഇവരുടെയൊക്കെ ഓക്കെ നമുക്ക് കേൾക്കാം. ഓക്കേ. അവസാനം ചീനിയും ബീഫ് കൂടെ എടുത്ത് അമ്മ ഇച്ചിരി കഴിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് ഗൈസ്. വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പറയരുതെന്ന് കുറച്ച് മുമ്പേ പറഞ്ഞാൽ ഇതൊന്നുകൂടെ എടുത്ത വീഡിയോ ആണ്.